മനുഷ്യരാശി എക്കാലവും ഭയത്തോടും ആകാംക്ഷയോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഈ ലോകം എന്തെങ്കിലും അവസാനിക്കുമോ? മതഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ശാസ്ത്ര നിഗമനങ്ങളിലും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ചിലർ ഇതിനെ യുഗാന്തം എന്ന് വിളിക്കുമ്പോൾ ശാസ്ത്രലോകം ഇതിനെ പ്രപഞ്ചത്തിൻ്റെ പരിണാമമായിട്ടാണ് കാണുന്നത്. ഭൂമിയുടെ അന്ത്യം എങ്ങനെയായിരിക്കും? മനുഷ്യവർഗം എന്നേക്കുമായി ഇല്ലാതാകുമോ, അതോ പ്രപഞ്ചം തന്നെ ഒരു ദിവസം നിശ്ചലമാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയാണിത്. ഭൂമിയുടെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്നത് സൂര്യൻ്റെ മാറ്റങ്ങളാണ്. നമുക്ക് ജീവൻ നൽകുന്ന സൂര്യൻ തന്നെയാണ് ഭൂമിയുടെ അന്ത്യത്തിനും കാരണമാകാൻ പോകുന്നത്. ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് ശേഷം സൂര്യനിൽ ഹൈഡ്രജൻ ഇന്ധനം തീർന്നു പോകും. അതോടെ സൂര്യൻ ഒരു റെഡ് ജയൻ്റ് ആയി മാറുകയും വലിപ്പം വർദ്ധിക്കുകയും ചെയ്യും. ഈ വളർച്ചയിൽ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ സൂര്യൻ വിഴുങ്ങും. ഭൂമിയും ആ അഗ്നിനാളങ്ങളിൽ ഇല്ലാതാകാനാണ് സാധ്യത. സൂര്യൻ്റെ ചൂട് കൂടുന്നതോടെ ഭൂമിയിലെ സമുദ്രങ്ങൾ വറ്റിപ്പോവുകയും അന്തരീക്ഷം നശിക്കുകയും ചെയ്യും. എന്നാൽ ഇത് സംഭവിക്കാൻ കോടിക്കണക്കിന് വർഷങ്ങൾ ബാക്കിയുള്ളതിനാൽ മനുഷ്യർ അതിനു മുൻപേ മറ്റൊരു ഗ്രഹത്തിലേക്ക് ചേക്കേറാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചേക്കാം. എന്നാൽ ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്ന മറ്റൊരു കാര്യമാണ് പ്രപഞ്ചത്തിൻ്റെ അന്ത്യം. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ വികാസം എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് പ്രധാനമായും 3 സിദ്ധാന്തങ്ങളാണുള്ളത്. ഒന്നാമത് ബിഗ് ഫ്രീസ്. പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നക്ഷത്രങ്ങൾക്കിടയിലുള്ള ദൂരം വർദ്ധിക്കുകയും പുതിയ നക്ഷത്രങ്ങൾ ജനിക്കാതിരിക്കുകയും ചെയ്യും. ക്രമേണ ഊർജം ഇല്ലാതായി പ്രപഞ്ചം കടുത്ത തണുപ്പിലേക്ക് നീങ്ങുകയും എല്ലാം നിശ്ചലമാവുകയും ചെയ്യും. രണ്ടാമത്തേത് ബിഗ് റിപ്പ്. പ്രപഞ്ചത്തിൻ്റെ വികാസ വേഗത കൂടിയാൽ ഗാലക്സികളും നക്ഷത്രങ്ങളും തന്മാത്രകൾ പോലെ വരിഞ്ഞു കീറപ്പെട്ട ഇല്ലാതാകുന്ന അവസ്ഥയാണിത്. മൂന്നാമത് ബിഗ് ക്രഞ്ച്. വികാസം നിലച്ച് പ്രപഞ്ചം വീണ്ടും ചുരുങ്ങാൻ തുടങ്ങുകയും ഒടുവിൽ ഒരു ചെറിയ ബിന്ദുവിലേക്ക് എല്ലാം ഒതുങ്ങുകയും ചെയ്യും. ഭൂമിയിലെ ജീവൻ്റെ അന്ത്യം പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തിന് മുന്നേ സംഭവിച്ചേക്കാം എന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൽക്കാപതനമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഭരിച്ചിരിക്കുന്ന ദിനോസറുകൾ ഇല്ലാതായത് ഒരു കുറ്റൻ ഉൽക്ക പതിച്ചതിനാലാണ്. ഭാവിയിലും അത്തരം ഒരു ദുരന്തം സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ ഭൂമിക്കടിയിലെ കൂറ്റൻ അഗ്നിപർവ്വതങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന പുകയും ചാരവും സൂര്യപ്രകാശത്തെ മറയ്ക്കുകയും ഭൂമിയിൽ ഒരു നീണ്ട മഞ്ഞുകാലം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ഇത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും നാശത്തിന് കാരണമാകും. നമ്മൾ മനുഷ്യർ തന്നെ വരുത്തിവെക്കുന്ന വിപത്തുകളാണ് മറ്റൊരു ഭീഷണി. ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് മൂലം ഭൂമിയിലെ താപനില ഉയരുകയും ഹിമപാളികൾ ഉരുകി സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വായുവും വെള്ളവും മലിനമാകുന്നത് ജീവൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. കൂടാതെ അണുവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അത് ഭൂമിയിലെ ഭൂരിഭാഗം ജീവജാലങ്ങളെയും നിമിഷം നേരം കൊണ്ട് ഇല്ലാതാക്കാൻ പ്രാപ്തമാണ്. ഇതിനു പുറമെ മനുഷ്യൻ തന്നെ വികസിപ്പിച്ചെടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഭീഷണിയാകുമോ എന്ന ചർച്ചയും സജീവമാണ്. പ്രപഞ്ചത്തിൻ്റെ മറ്റ് പ്രതിഭാസങ്ങളും ഭൂമിയെ ബാധിക്കാം. ഗാമ റേ ബർസ്റ്റ് എന്നറിയപ്പെടുന്ന അതീവ പ്രകാശശേഷിയുള്ള വികിരണങ്ങൾ ഭൂമിയിൽ പതിച്ചാൽ ഓസോൺ പാളി നശിക്കുകയും ജീവൻ ഇല്ലാതാകുകയും ചെയ്യും. അതുപോലെ നമ്മുടെ സൗരയൂഥത്തിനടുത്തുള്ള ഏതെങ്കിലും നക്ഷത്രങ്ങൾ സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ചാലും അത് ഭൂമിക്ക് വലിയ ആഘാതമാകും. എന്നാൽ ഈ ഭയാനകമായ ചിന്തകൾക്കിടയിലും ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മനുഷ്യൻ ചൊവ്വയിലും മറ്റു ഉപഗ്രഹങ്ങളിലും കോളനികൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. ഭൂമിക്ക് ഒരാപത്ത് വന്നാൽ മനുഷ്യവംശത്തെ നിലനിർത്താൻ മറ്റു ഗ്രഹങ്ങളിലേക്ക് മാറുക എന്നത് മാത്രമാണ് ഏകപോം വഴി. ശാസ്ത്രം അത്രമേൽ വളർന്നാൽ ഭൂമിയുടെ അന്ത്യം മനുഷ്യവംശത്തിൻ്റെ അന്ത്യമാകില്ല. ലോകം അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് അതെ എന്ന് തന്നെയാണ് ഉത്തരം. ഈ പ്രപഞ്ചത്തിൽ ജനിച്ച ഏതൊന്നിനും ഒരു അന്ത്യമുണ്ട്. നക്ഷത്രങ്ങൾക്കും ഗാലക്സികൾക്കും പോലും വയസ്സുണ്ട്. മാറ്റമില്ലാത്ത ഏക നിയമം മാറ്റം മാത്രമാണ്. പ്രപഞ്ചം എന്നത് ഊർജത്തിൻ്റെ ഒരു പ്രവാഹമാണ്. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. ഭൂമി അവസാനിച്ചാലും മറ്റൊരു ലോകത്ത് ജീവൻ മുളപൊട്ടിയേക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ബുദ്ധിയുള്ള ജീവിവർഗം നമ്മുടെ ഭൂമിയെക്കുറിച്ച് പഠിച്ചേക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് നിലവിലുള്ള ജീവിതത്തെയും നമ്മുടെ ഗ്രഹത്തെയും സ്നേഹിക്കാനുള്ള പ്രേരണയാകും. വരും തലമുറകൾക്കായി ഭൂമിയെ സുരക്ഷിതമായി നിലനിർത്തുക എന്നത് നമ്മുടെ കടമയാണ്. വിനാശകരമായ വഴികളിൽ നിന്ന് മാറി
പ്രകൃതിയെ സംരക്ഷിച്ചും ശാസ്ത്രത്തെ മാനവരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിച്ചും നമുക്ക് ഈ അന്ത്യത്തെ പരമാവധി ദൂരത്തേക്ക് മാറ്റിവെക്കാം. ലോകം എന്നത് എന്നാണ് അവസാനിക്കുക എന്നതിനേക്കാൾ അത് അവസാനിക്കുന്നത് വരെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രപഞ്ചത്തിൻ്റെ ഈ മഹായാത്രയിൽ നാം ചെറിയൊരു ഭാഗം മാത്രമാണെങ്കിലും നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കും. ഒരു കാര്യം എന്തായാലും നിശ്ചിതമാണ്, ഈ കാണുന്ന ലോകം അത് ഉറപ്പായിട്ടും നശിക്കും. അതുതന്നെയാണ് സയൻറ്റിഫിക്കൽ പ്രൂവനായി കൊണ്ടിരിക്കുന്നതും. അല്ലെങ്കിൽ നമ്മുടെ ലോകത്തേക്ക് നമ്മൾ ചുറ്റുമൊന്ന് കണ്ണ് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ശാസ്ത്രം പറയുന്നതും അതുതന്നെയാണ്. ഈ ലോകത്തിൻ്റെ അവസാനമുണ്ട്. അല്ലെങ്കിൽ അത് ഇന്നോ നാളെയോ സംഭവിക്കുന്ന ഒന്നല്ല, അത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കാൻ ചാൻസും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്തിലുള്ള എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അത് മനുഷ്യനായാലും മൃഗമായാലും മറ്റെന്ത് വസ്തുവായാലും ഉണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ആ ലോക അവസാനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് വെളിച്ചം നൽകുന്നതുമായ സൂര്യൻ എന്ന നക്ഷത്രത്തിനെ സ്വാധീനിച്ചു കൊണ്ടായിരിക്കും. മതഗ്രന്ഥങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്, ഈ ലോകത്തിൻ്റെ അവസാനമുണ്ട്. എന്നാൽ ചില മതഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഈ ലോകം അവസാനിക്കുന്നില്ല, വീണ്ടും തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കും, മനുഷ്യൻ പുനർജനിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ്. അട്ടയായും പാമ്പായും ഒക്കെ ജനിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കൂടുതലും മതഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ ലോകത്തിൻ്റെ അവസാനമുണ്ട്, അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് അത് തിരിച്ചു വരികയും മനുഷ്യനെ സംരക്ഷിക്കുകയും എന്നുള്ളതാണ്. എന്നാൽ അത് പൂർണ്ണമായും തള്ളിക്കളയാനായിട്ട് ചില മനുഷ്യർക്ക് സാധിക്കുമെങ്കിലും എന്നാൽ ലോകം ചിന്തിക്കുകയും അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിനെ പൂർണ്ണമായി തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ലോകത്തിന് അവസാനമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള തെളിവുകൾ പലതുമാണ്. ഏലിയൻസിനെ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയും അന്നത്തെ ലോകത്തേക്കാൾ ഇന്നത്തെ ലോകം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും ചർച്ച ചെയ്യുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.